34 ഉണ്ട്. അപ്പം കുറേ നാളായിട്ട് ആക്ച്വലി വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബട്ട് എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാരണം ഇങ്ങനെ പിന്നെ ചെയ്യാം ഇപ്പോൾ ഫസ്റ്റ് ലോങ് യൂട്യൂബ് വീഡിയോ ആണ്. അപ്പം നമ്മൾ ജർമ്മനിയിലാണ്. അപ്പം ജർമ്മനിയിൽ നമ്മൾ ലൈപ്സിഷ് എന്ന സ്ഥലത്താണ്. അത് ഏകദേശം സൗത്ത് ഈസ്റ്റായിട്ട് വരും ജർമ്മനിയിൽ. നമ്മളിന്നൊരു 1 day ട്രിപ്പ് പ്ലാൻ ചെയ്തു ബസ്തായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട്. ബസ്തായ് എന്ന് പറയുന്നത് ഡ്രെസ്ഡൻ എന്ന് പറയുന്ന സിറ്റിയിലുള്ള ഒരു വലിയൊരു ഹൈക്കിംഗ് ആൻഡ് ക്ലൈംബിംഗ് മൗണ്ടൻ, റോക്ക് മൗണ്ടൻ ആണ്. അപ്പം നമ്മുടെ സ്ഥലത്ത് നിന്ന് ലൈപ്സിഷിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1.5 hour ഉണ്ട് ബൈ കാറിൽ പോകാനായിട്ടാണെങ്കിൽ. ബൈ ബസ്സാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3-4 hours എടുക്കും ഫ്രം ലൈപ്സിഷ് ടു ഡ്രെസ്ഡൻ പോകാനായിട്ട്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു പ്ലേസാണ് ബസ്തായ് എന്ന് പറയുന്നത്. ബസ്തായ് ഈ പ്ലേസിനെ നോർമലി സാക്സൺ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്, അതായത് ജർമ്മനിയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ആക്ച്വലി ഈ പ്ലേസിനെ പറയുന്നത്. അപ്പം നമുക്ക് കുറേ ലോങ് ഡ്രൈവ് നമ്മൾ കുറേ ഒരു കാട്ടിലൂടെ ആയിരുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഫുഡെല്ലാം കൊണ്ടാണ് പോയത്. അപ്പം നമ്മൾ മുട്ട പപ്സും പിന്നെ അല്ലാതെ കുറച്ച് സ്നാക്സും എല്ലാം ആയിട്ടാണ് പോയത്. കാരണം നമുക്ക് എന്തായാലും ഒരു ഹൈക്കിംഗ് ഉണ്ടെന്ന് അറിയാം. സോ നമ്മൾ ടയേർഡ് ആവരുത്, അതുകൊണ്ട് അപ്പം നമ്മൾ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്താക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സാക്സിഷെ ഷ്വായ്സ്, അതായത് സാക്സണിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നാണ് നമ്മൾ നോർമലി നമ്മൾ ലൈപ്സിഷ് ഡ്രെസ്ഡൻ എല്ലാം സാക്സൺ എന്ന് പറയുന്നൊരു ഏരിയയിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് നമ്മൾ ബസ്തായിന്ന് നമ്മളിപ്പോൾ ഒരു പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു 14 minutes ബൈ വോക്കാണെങ്കിൽ ഒരു 14 minutes ഉണ്ട്. അപ്പം പുള്ളിക്കാൻ എൻ്റെ വീഡിയോസൊക്കെ എടുക്കുകയാണ്. QR കോഡ് സ്കാൻ ചെയ്യണം ആക്ച്വലി ബസ്സിൻ്റെ റൂട്ടൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. നമുക്ക് ബസ്സും ഉണ്ട് അവിടുന്ന്. നമ്മൾ പാർക്ക് ചെയ്ത സ്പോട്ടിൽ നിന്ന് ബസ്സും ഉണ്ട്. നമുക്കല്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്നു പോവാം, 14 minutes നടന്നു പോവാം. അല്ലെങ്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ബസ്സുണ്ട്, ബസ്സിലും പോകാൻ പറ്റും. ബസ്സിൻ്റെ ഡയറക്ഷനാണ് കാണിച്ചായിരുന്നു. എന്നിട്ട് അവിടെ തന്നെ ഒരു വാഷ്റൂമും ടോയ്ലറ്റും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ബെറ്റർ അതൊക്കെ യൂസ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും. കാരണം നമ്മൾ ചെല്ലുന്നിടത്ത് നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ലായിരുന്നു. സോ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു, വാഷ്റൂമൊക്കെ യൂസ് ചെയ്തു. അപ്പോൾ അതൊക്കെ സമാധാനമായിട്ട് വാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ വിചാരിച്ചത് ബസ്സിൽ പോകാമെന്നാണ്. ബസ്സിൽ ഏകദേശം ഹിന്നുൺ റൂട്ട്ഫാർട്ട് എന്ന് വെച്ചാൽ നമുക്ക് റൗണ്ട് ട്രിപ്പിന് ഓൾമോസ്റ്റ് 1.50 euro ആവും. ബട്ട് നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് കുറേ നേരം നിൽക്കാനുള്ളൊരു മൈൻഡ് ഇല്ലായിരുന്നു. പിന്നെ നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതൊരു സുവനീർ എങ്ങനെ നമുക്ക് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു. അത് നമ്മളത് വലുതായിട്ട് പണിയൊന്നും ചെയ്തില്ല. പിന്നെ നമ്മൾ ബസ് നോക്കിയപ്പോൾ നമ്മളൊരു 20-30 minutes വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ വെച്ച് ബെറ്റർ അങ്ങനെയാണെങ്കിൽ നമുക്ക് നടക്കുന്നത് നല്ലതല്ലേ. അപ്പം മോർണിംഗ് ആണ്, അപ്പം പിന്നെ വലിയ ടയേർഡൊന്നും അല്ല. അങ്ങനെ നടന്നപ്പം അവിടെ തന്നെ ഒരു ക്യാമ്പിംഗ് പ്ലാറ്റ്ഫോം. ഇവിടെ നമുക്ക് വണ്ടികളിൽ ക്യാമ്പ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്ന പ്ലേസസിൽ മാത്രമേ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ക്യാമ്പിംഗ് പ്ലാറ്റ്സ് എന്ന ഏത് സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് കാരവൻസും ഒരുപാട് ക്യാമ്പിംഗ് വണ്ടികളും ഈവൻ ചെറിയ കാറുകളിൽ വരെ ടെൻ്റ് അടിച്ച ആൾക്കാർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ജർമ്മനിയിലെ ഇവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോബിയിൽ ഒന്നാണ് ക്യാമ്പിംഗ് ലൈഫ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്കും ഫ്യൂച്ചറിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമുക്ക് ക്യാരവൻ ഒന്നെങ്കിൽ റെൻറ്റ് ചെയ്യണം നല്ല എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 40,000-50,000 മിനിമം എമൗണ്ട് ആവും നമുക്ക് ഒരു ക്യാരവാൻ വാങ്ങാനാണെങ്കിൽ. നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. നല്ല രസമായിരുന്നു. അങ്ങോട്ട് നടക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ വണ്ടിയുടെ കാര്യം പറഞ്ഞില്ല. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തപ്പം നമുക്ക് പാർക്കിംഗ് ചാർജ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 13 euro ആണ് ഒരു ദിവസത്തേക്ക്. ഇതാണ് നമ്മൾ പോയ ബസ്, നമ്മൾ കണ്ട ബസ്, നമ്മൾ പോകാനിരുന്ന ബസ്. അപ്പം ബസ്സിൽ നമ്മൾ ആക്ച്വലി പോകാൻ പ്ലാൻ ചെയ്തെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്തു. നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്നു. വഴിയിൽ കണ്ട കുറേ കാടും മലയും പുല്ലും എല്ലാം പറിച്ചു. ആൽബിൻ എനിക്കൊരു പൂ പറിച്ചുകൊണ്ട് വരികയാണ് തലയിൽ വെക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കുറേ കഥയൊക്കെ പറഞ്ഞു, കുറേ പൂക്കൾ. ഇതെനിക്ക് രണ്ടാമതൊരു പൂ വെച്ചായിരുന്നു. ആദ്യൊരു പൂ കണ്ടുപിടിച്ചു. ആ പൂ വെച്ചിട്ട് ഇപ്പം രണ്ടാമതൊരു പൂ എടുത്തു, അത് വെക്കാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു 40 minutes ഇനിയും ഡ്രൈവ് ഉണ്ട്, മീൻസ് ഇനിയും നടക്കാനുണ്ട്. സോ നമ്മളിങ്ങനെ
പതുക്കെ പതുക്കെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് റോഡുണ്ട്, കുറച്ച് നേരം റോഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു റൂട്ട് എടുത്തു. അത് കുറച്ച് കാട്ടിൻ്റെ ഉള്ളിലൂടെ. അപ്പം അത് കുറച്ച് നല്ലതായിരിക്കും എന്ന് വെച്ചിട്ടെടുത്ത്. നല്ലതായിരുന്നു, ഓഫ്കോഴ്സ് നല്ലതായിരുന്നു. പക്ഷെ അവിടെ ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടന്ന് കുറേ ആയപ്പോഴേക്കും നമുക്ക് വീണ്ടും ആരോയിൽ ബസ്സായി ഇനി ഒരു 1/4 hour എന്ന് കാണിച്ചു. അപ്പം കാട്ടിലേക്കൂടെ ഉള്ളതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവിടെ ഒറ്റയ്ക്ക് ഞാൻ പോയില്ല, ഒറ്റയ്ക്ക് എനിക്ക് പോകാൻ പേടിയാണ്. ആൻഡ് അങ്ങനെ നമ്മൾ കുറേ നടന്നിട്ട് മെമ്പസ്തായുടെ ഫ്രണ്ടിൽ ഏകദേശം എത്താറായി. അപ്പോൾ ഇവിടെ ഒരു സ്പോട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻ കേസ് ഫുഡൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ, ബസ്സിലൊക്കെ വരുവാണെങ്കിൽ അവിടെ നിന്ന് ആക്ച്വലി കഴിക്കാനൊക്കെ സ്ഥലമൊക്കെ ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ പോയപ്പം ലെഫ്റ്റിൽ ചെറിയൊരു സ്പോട്ട് കണ്ടു. അത് ഡ്രോൺ അവിടെ മീൻസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് കാണിച്ചേക്കുന്ന ഒരു സൈൻ ബോർഡ്. ലെഫ്റ്റിൽ നമ്മൾ കണ്ടു, കുറേ പേര് പോകുന്ന കണ്ടു. അപ്പം നമ്മൾ ജസ്റ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് പോയപ്പം താഴെ മൊത്തം റൂട്ട്സാണ്, കുറച്ച് വലിയ റൂട്ട്സാണ്. പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ബട്ട് നന്നായിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ തന്നെയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കെയർഫുള്ളായിട്ട് നടക്കുകയാണ്. അപ്പം അങ്ങോട്ട് പോയപ്പം കുറേ പേരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. പോയപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ആക്ച്വലി അവിടെ നിന്ന്. അപ്പം ആ ഫുള്ള് മൗണ്ടൻസ്, ഇത് ആക്ച്വലി റോക്സ് പക്ഷേ ഭയങ്കര ഹൈറ്റിലുള്ള റോക്സാണ്. അതും എല്ലാം കോൺ പോലെ ഇരിക്കുന്നത്. അതും ഭയങ്കര കോൺ ഷേപ്പാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടൻസ് ആണ് ആക്ച്വലി. അതായിരുന്നു അവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ നല്ലതായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഫ്രണ്ടിലോട്ട് നടന്നു. അപ്പം ബസ്തായുടെ മെയിൻ ഒരു എൻട്രൻസ് പോലെയാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു വലിയൊരു റിസോർട്ടുണ്ട്, ബസ്തായി എന്ന് തന്നെ റിസോർട്ടിൻ്റെ പേര്. ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പോകുമ്പം ചെറിയ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കാനും നമുക്ക് റെസ്റ്റ് എടുക്കാനും പിന്നെ ഐസ്ക്രീം കഴിക്കാനും അങ്ങനെയെല്ലാം. നമ്മളൊന്നും പ്രത്യേകിച്ച് കഴിച്ചില്ല, നമ്മൾ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ നമ്മളതുകൊണ്ടൊന്നും വാങ്ങിച്ചതുമില്ല പ്രത്യേകിച്ച്.
എന്നിട്ട് ബസ്തായിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ അതിൻ്റെ ചെറിയൊരു കുഞ്ഞൊരു ഒരു മോഡൽ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു ബസ്തായുടെ ഇമേജ് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് മോഡൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു കുഞ്ഞ് വ്യൂ പോയിൻ്റ്, ഇത് ജസ്റ്റ് ബിഗിനിങ് ആണ്. ഇതിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ റിവർ ഉണ്ട്. ഈ റിവറിൻ്റെ പേര് ആക്ച്വലി റിവർ എൽബ് എന്നാണ്. എൽബ് ഇത് ഓൾമോസ്റ്റ് ഒരു 1000 feet എബോവ് ആയിട്ടാണ്, ഇതിൻ്റെ ഓൾമോസ്റ്റ് 1000 feet എബോവ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഹൈറ്റിലാണ് ഈ മൗണ്ടെയ്ൻസും റോക്സും ഒക്കെ ഉള്ളത്. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും ഏകദേശം നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ റിവർ എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ബട്ട് നമ്മൾ പോയത് കുറച്ച് ക്ലൗഡി ആയിട്ടുള്ളൊരു ടൈമിലായിരുന്നു, ഡേ ആയിരുന്നു. ഓൾമോസ്റ്റ് മഴ പെയ്തില്ല, ബട്ട് മഴ പെയ്യാറായിട്ട് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. കുറച്ചെല്ലാം ഒരു മൂടിയായിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടെ സണ്ണി ആണെങ്കിൽ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫർദർ നടന്നു. അപ്പം അവിടെ ഒരു ലോഡ് ആൾക്കാർ നിൽക്കുന്നില്ല, അവിടെ ഒരു വ്യൂ പോയിൻ്റാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ വ്യൂ പോയിൻറ്റ്സിലെല്ലാം ഓൾമോസ്റ്റ് നല്ല ക്രൗഡഡ് ആയിരിക്കും. അപ്പം നമ്മൾ കുറച്ച് സമയം എടുക്കും വ്യൂ പോയിൻറ്റ്സിലൊക്കെ നമ്മൾ പോയിട്ട് നമുക്ക് കാണാനായിട്ട്. ബട്ട് അത് വർത്താണ്. നമുക്ക് ചെന്നാലും നമുക്ക് എല്ലാം കണ്ട് മനസ്സിലാക്കാൻ. ഒരുപാട് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, മലയാളീസും ഒത്തിരി ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം പൊതുവെ മലയാളീസ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മിണ്ടാത്തതുകൊണ്ട് നമ്മൾ അധികം ആരോട് സംസാരിക്കാൻ പോയില്ല. ഇന്ത്യൻസും കുറേ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ല, നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. സോ ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഓരോരുത്തർ പോയി നിന്നത്. എനിക്ക് ഹൈറ്റ് പണ്ട് മുതലേ ഭയങ്കര പേടിയാണ്. ബട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ലതായിരുന്നു. അതിൻ്റെ മേലെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ റിവർ ഫുൾ വ്യൂവിൽ കാണാൻ പറ്റും. ഓൾമോസ്റ്റ് ആ ഒരു സ്മോൾ ടൗൺ ഓൾമോസ്റ്റ് നമുക്ക് ഫുള്ള് അവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്, എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ ആക്ച്വലി വളരെ പേടിച്ചാണ് നിൽക്കുന്നത്, പേടിച്ച് ഹൈറ്റ് കണ്ടിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഓൾസോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഹൈറ്റും പേടിയാണ്. പിന്നെ നമ്മൾ പിന്നെയും താഴോട്ടാണ് പോയത്. പിന്നെയും താഴോട്ടാണ് കുറേ വ്യൂ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതൊരു കുട്ടി കേവ് പോലെ തോന്നി, പക്ഷെ നല്ല രസമുണ്ട്. കുറേ പേരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ചുമ്മാ ജസ്റ്റ് വെറുതെ പോയി ഒന്ന് കയറുന്നതാണ്. ഓൾമോസ്റ്റ് ഒത്തിരി നടക്കാനുണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങും അതിനനുസരിച്ചുള്ള ഷൂസും ബെറ്റർ ഒരു ബൂട്ട്സും ഇട്ടുകൊണ്ട് പോകുന്നതായിരിക്കും, ട്രക്കിങ്ങോ ഹൈക്കിംഗ് ബൂട്ട്സോ. ഒത്തിരി നടക്കാനുണ്ട്, ഒരു 1 day ഫുള്ള് നടക്കാനുണ്ട് ഓൾമോസ്റ്റ്. അപ്പം പിന്നെ ഭയങ്കര കാറ്റുമാണ്. അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മെയിൻ സ്പോട്ട്, ബസ്തായി ബ്രിഡ്ജ്. ഇതാണ് ആ പ്രോപ്പർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇതാണ് മെയിനായിട്ടുള്ള അവിടുത്തെ അട്രാക്റ്റീവ് സ്പോട്ട് എന്ന് പറയുന്നത്.
നമ്മുടെ ടൈം പോയ ഏറ്റവും കാര്യം എന്ന് പറയുന്നത് വേറൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആൾക്കാരെല്ലാം കുറേ നേരിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച് ഭയങ്കര എന്തോ അടിപൊളി സംഭവമാണ്. അടിപൊളിയായിരുന്നു, ബട്ട് അത്രയും ഒരുപാട് നേരം ക്യൂ നിൽക്കുന്നതിൻ്റെ അത്രയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിൻഡായി. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ക്യാപ്പ് എടുത്തല്ലേ വെച്ചത്. ഭയങ്കര കാറ്റായിരുന്നു. നമ്മൾ ക്യൂ പതുക്കെ കയറി വേണം പോകാനായിട്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എനിക്ക് തോന്നുന്നു ക്യൂ നിന്നായിരുന്നു തോന്നുന്നു. പക്ഷെ നമ്മൾ വന്നതിന് ശേഷം ക്യൂ കുറവായിരുന്നു, പൊതുവെ അധികം ആൾക്കാർ പിന്നെ വന്നില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഇതാണ് അതിൻ്റെ ടോപ്പിലെത്തുമ്പോഴുള്ള വ്യൂ. അപ്പം ഇങ്ങനെ അതും നല്ല ബ്യൂട്ടിഫുള്ളാണ്. എല്ലാം ഏകദേശം എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മൗണ്ടൻസും ആ റിവറും കുറേ പച്ചപ്പും കുറേ ഹരിതാഭയും കുറേ ആൾക്കാരും. ബട്ട് നല്ലതാണ്. 1 ഡേ ഒരു ബോത്താണ്, 1 ഡേ ട്രിപ്പിന്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ താഴോട്ട് നടന്നു. അപ്പോൾ ഇവിടെ ഒരു ഗുണ കേവ് പോലൊരു സംഭവം കണ്ടു. അപ്പം കൂടെ ഉള്ളവരൊക്കെ മറ്റേ കുട്ടേട്ട എന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. ജർമ്മനിയിലെ ഗുണ കേവ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ജർമ്മനിയിലെ ഗുണ കേവാണെന്ന്. എന്നിട്ട് പിന്നെയും നമ്മൾ നടക്കുകയാണ്. ഒത്തിരി നടക്കാനുണ്ട്, ഒരു ദിവസം ഫുൾ നടക്കാനുണ്ട്. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര നല്ല ആക്ടിവിറ്റിയാണ്. നടക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണം. അപ്പം സെയിം തന്നെ കുട്ടേട്ടാന്ന് വിളിക്കുകയാണ് അവിടെ നിന്ന് എല്ലാവരും കൂടി. ഇതെന്താണെന്ന് അറിയില്ല. ഇവിടുത്തെ എന്തെങ്കിലും റിച്വലാണോ എന്തോന്നൊന്നും അറിയത്തില്ല. അവിടെ ഒരു ചെറിയൊരു ഒരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ അകത്തോട്ട് അവരെല്ലാവരും കാശ് എറിയാണ്. ഇവിടുത്തെ എന്തെങ്കിലും കസ്റ്റമാണോ എന്തെങ്കിലും ബിലീഫാണോ ഒന്നും അറിയില്ല. ബട്ട് വരുന്നവരെല്ലാം എൻ്റെ അടുത്ത് കാശ് ഇട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം കാശിനകത്ത് വീഴുവാണെങ്കിൽ നല്ലതെന്ന്, കാശ് താഴെ പോവാണെങ്കിൽ എന്തോ ലക്ക് അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു.
ബട്ട് നമ്മൾ കാശിടാൻ പോയില്ല, നമുക്ക് കാശ് കളയാനില്ലായിരുന്നു. ആൻഡ് ഇട്ടവരുടെ ഒന്നും കാശ് അങ്ങനെ എൻ്റെ അകത്ത് വീഴുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ബ്രിഡ്ജ് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ല കുറേ ഇന്ത്യൻസ് ഉണ്ടെന്ന്, ഇത് എനിക്കൊന്ന് മലയാളീസാണെന്ന് തോന്നുന്നു, കുറേ പേര് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു സ്പോട്ടാണ്. ഞാൻ അവിടെ പോയതിൽ നല്ല കാറ്റായിരുന്നു, ഭയങ്കര എന്തോ ഒരു പീസ് ഓഫ് മൈൻഡ്, അങ്ങനെ എന്തൊക്കെ ഒരു ഫീലിംഗ് ആയിരുന്നു. അവിടെ നല്ല രസമായിരുന്നു. കുറച്ച് നേരം നിന്നു, കാറ്റൊക്കെ കൊണ്ടു, ഭയങ്കര ഒരു വാമത്തായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ നിന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. ഞാൻ നിന്ന് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പം കുറേ പേര് ക്യൂ ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഒരുപാട് പേര് ഡോഗ്സുമായിട്ടൊക്കെ വരുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, ഒരുപാട് പേര് ഡോഗ്സുമായിട്ടൊക്കെ വരുന്നുണ്ട്. ഡോഗ്സൊക്കെ അലൗഡാണ്, സോ പെറ്റ്സുമായിട്ടൊക്കെ പോകാൻ പറ്റും.
അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളൊരു 5-6 hours നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. നന്നായിട്ട് ടയേർഡായി. അതുകൊണ്ട് തിരിച്ച് നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ബസ്സിൽ നമുക്ക് €1 തിരിച്ച് പോകാൻ ടിക്കറ്റ് ഒരാൾക്ക്. അതുകൊണ്ട് നമ്മൾ ബസ്സിൽ നമ്മുടെ കാറിട്ട സ്ഥലത്ത് പോയി. കംപ്ലീറ്റ്ലി ടയേർഡ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.